അനുഭവ പരിസരങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ചിന്താർഹമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ടെക്നിക്ക്, അതൊരു ഇന്ദ്രജാലം എന്ന് തന്നെ ഞാൻ പറയും. കാറിൽ വെച്ച് പറയുന്നത് അതിന് ഞാനിപ്പോൾ അതിന് പരിഹരിക്കുകയാണ്. ഞാൻ നോട്ട് എഴുതി കൊണ്ടുവന്ന് അത് വായിക്കുകയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നല്ല പ്രഭാഷകനല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് എഴുത്തൊക്കെയാണ് എനിക്ക് വശമായിട്ടുള്ള സംഭവം. അപ്പം എഴുതുകാലം പറയുകയാണെങ്കിൽ നിൽക്കുമ്പോൾ പിടികിട്ടും. അപ്പോൾ കാര്യങ്ങൾ വിട്ടുപോകില്ല. മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ നെർവസ് ആയതുകൊണ്ട് നെർവസ് മൂടുകളാണ്, അപ്പം പല കാര്യങ്ങളും വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ എഴുതി വായിക്കാം. അപ്പം സാറിന് പകരം ഞാനത് നോട്ട് ഞാൻ എഴുതി വായിക്കുകയാണ്. ശരിക്കും ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് അമ്മയുടെ വീട്ടിൽ തിരുമംഗലാണ്, എന്റെ വീട്ടിൽ പോയത് തിരുനിലാണ്. ചെറിയ ബന്ധമുണ്ട്. അവധി നോവലുമൊക്കെ ബാംഗ്ലൂർ മലയാളികളുടെ പ്രകാശിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും നാടകം പ്രസാദാർത്ഥം പ്രകാശിപ്പിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് അനിൽ സാറിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്ന നല്ലൊരു സന്ദർഭം. അദ്ദേഹം ഒരേ സമയം നാടകൃത്വമാണ്, നാടക സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ്, ഏകോപന ടെക്സ്റ്റ് രംഗത്ത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റാണ്. സാധാരണ നാടകങ്ങൾ എഴുതുന്നത് ഒരു മനസ്സിൽ കണ്ടിട്ട് ഒരു നാട്ടിൽ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അദ്ദേഹം രംഗത്ത് ഇതെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, എങ്ങനെ പറ്റണം, ആ രീതിയിലുള്ള സ്റ്റൈലിലാണ് അദ്ദേഹത്തിന്റെ രചനകൾ പലതും. അതുകൊണ്ട് തന്നെ പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മാസം മുമ്പ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കഥകൾ പല നാടകങ്ങളുണ്ട് അവർ. കാരണം അതിന് ഹോണ്ടി, കാരണം അത് വായനാ സുഖം തരുന്ന കൃതികളും കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു മഹത്വം. കാരണം ഓർമ്മകൾ, നൊമ്പരങ്ങൾ, പ്രണയം, നഷ്ടപ്പെടലുകൾ എന്നിവയെല്ലാം മനോഹരമായിട്ട് അദ്ദേഹം തന്റെ രചനകളോട് പോയിട്ടുള്ളൂ. കവിയും ഗായകനും കമ്പോസറും അക്കാദമിഷ്യനും ഒക്കെയായിരുന്നു. അദ്ദേഹം ചിലിയുടെ സാംസ്കാരിക മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ചിലിയൻ സ്വേച്ഛാധിപതിയായിരുന്ന അഗസ്റ്റോ പിനോച്ചയുടെ പട്ടാളം ക്രൂരമായി കൊല ചെയ്യാണ് ഉണ്ടായിരുന്നത്. മഹാനായ ചിലിയൻ ഭരണാധികാരി സാൽവഡോർ അലൻഡയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂണ്ടെടുത്ത് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് തെരുവിൽ എറിയുകയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നായകർക്ക് ഭക്ഷണമാകാൻ വേണ്ടി. ഒരു നാടകക്കാരനായതിനാലും വിപ്ലവകാരി ആയതിനാലും മഹാനായ സാംസ്കാരിക ആയതിനാലുമാണ് അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ ചിലിയിലെ ഏറ്റവും പ്രശസ്തനായ കവിയും നാടകകാരനും ഈ വിക്ടർ ജാര തന്നെയായിരുന്നു. എതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും അനീതിക്കെതിരായിട്ടും ചോദ്യചിഹ്നമായിട്ട് നാടകം ഉയർന്നു വന്നത് സപ്തർഷിയുടെ മരണത്തോടുകൂടിയാണ്. ഈ അവസരത്തിൽ നമുക്ക് സപ്തർഷിയെ നമുക്ക് ഓർക്കാം. മൂന്നാമത്തെ കഥ 50 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ KPSC എന്ന നാടകത്തെ കുറിച്ചാണ്. മലയാളികളുടെ മനസ്സിൽ KPSC സൃഷ്ടിച്ച സ്വാധീനം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഇത് പറയുമ്പോൾ പലർക്കും അറിയാം, നമ്മൾ മലയാളികളെ കുറിച്ച് പറയുന്നില്ല. ഒരിക്കലും നമ്മൾ KPSC കുറിച്ച് മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ KPSC നാടക സങ്കല്പങ്ങൾ നമ്മൾ മനസ്സിൽ താലോലിക്കുന്നതോടെ തന്നെ നമ്മൾ സാംബശിവന്റെ കഥാപ്രസംഗം നമ്മൾ ഓർക്കേണ്ടതാണ്. കഥാപ്രസംഗം സത്യത്തിലൊരു തിയേറ്റർ രൂപം തന്നെയാണ്. നമ്മൾ കഥാപ്രസംഗം പറയുന്നത് തന്നെ ഒരു തിയേറ്ററിന്റെ വേറൊരു ഫോർമാറ്റാണ്. ഷേക്സ്പിയറുടെ ഒഥല്ലോയും ടോൾസ്റ്റോയുടെ അന്നാക്കരനെയും വയലാറിന്റെ ഐഷയും ഒക്കെ സാധാരണ മലയാളികളിൽ എത്തിച്ചത് സാംബശിവൻ എന്ന മഹനീയ കലാകാരനായിരുന്നു. സാംബശിവന്റെ കഥാപ്രസംഗവും KPSC നാടക പ്രവർത്തനങ്ങളും മലയാള മണ്ണിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ്. ഇപ്പം പുതിയ ആൾക്കാർക്ക് സാംബശിവത്തിനെ ഒന്നും അറിയില്ല. KPSC ഒന്ന് പറഞ്ഞു കൊടുത്ത് നന്നായിരിക്കും. നാടകം പോലും അവർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ നാടകത്തിൽ കൊണ്ടുവരണം. അതിനെക്കുറിച്ച് അവസരം പറയുകയാണ്. അടുത്ത കഥ നിവാസം അഥവാ നീലകണ്ഠേശ്വര നാട്യ സേവാ സംഘം. 1980 നീനാസം തങ്ങളുടെ നാടക സ്കൂൾ സ്ഥാപിക്കുകയും 86 കർണാടക മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു ട്രാവലിംഗ് തിയേറ്റർ റെപ്പർട്ടറി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ 4 നാടകങ്ങളാണ് നീനാസത്തിന്റെ ഭാഗത്ത് നിന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത് നാട്ടിലൊക്കെ. അപ്പം ഓരോ നാട്ടിൽ ചെല്ലാൻ നേരത്ത് രാവിലെ ചെല്ലും ഒരു ഗ്രാമത്തില്. അപ്പം മൈക്ക് വഴിയൊക്കെ കോളാമ്പിയൊക്കെ മൈക്ക് വിളിച്ച് നാട്ടിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ഫ്രീ ആയിട്ട് നാടകം ഉണ്ട്, വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഡിയൻസിനെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് നാടകം കളിച്ച് ഒരു ആദ്യത്തെ ഒരു 3-4 വർഷം നാടകം കളിച്ച് ജനങ്ങൾ
എന്നെ പോലുള്ള നാടകക്കാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും നാളെ നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് നീനാസ് തന്നെയാണ്. ഇന്ന് കർണാടക സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അഭിനേതാക്കളുള്ളത് നീനാസ് എന്നാണ്. എസ്പെഷ്യലി 99% ആൾക്കാരും ഇന്ത്യൻ സിനിമയിൽ കന്നഡ സിനിമയിൽ വന്നിരിക്കുന്ന നാടകത്തിലാണ്. അതിലെല്ലാം കാരണം ഒരു നേരിട്ടോ പരോക്ഷമായിട്ടോ നീനാസത്തിന്റെ ഒരു ഈശ്വരത്വം ഉണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. അടുത്തത് പറയാൻ ഉള്ളത് ഉത്തരാഖണ്ഡിലെ ടെഹ്രി ജില്ലയിലുള്ള അഞ്ജനീസൻ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പര്യാവരൺ സ്കൂളിന്റെ സ്ഥാപകനും വിദ്യാഭ്യാസ വിചക്ഷണുമായ ആനന്ദ് ദ്വിവേദിയെ കുറിച്ചാണ്. ഈ ഉത്തരാഖണ്ഡ് അഞ്ജനീസനെ കുറിച്ച് മലയാളികൾക്ക് അഭിമാനത്തോടെ വെക്കാൻ കാരണമുണ്ട്. 1960-70 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് കാൽനടയായിട്ട് ഉത്തരാഖണ്ഡിലേക്ക് പോയി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു, സ്വാമി മൻമോഹൻ. ഇവിടെ എത്ര പേർക്ക് സ്വാമി മൻമോഹനെ കുറിച്ച് അറിയാമെന്നറിയില്ല. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ വർക്ക് ചെയ്ത വലിയൊരു മഹനീയ വ്യക്തിയാണ് സ്വാമി മൻമോഹൻ. അവസാനം അദ്ദേഹത്തിന് അവരുടെ നാട്ടുകാരൻ തന്നെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഉത്തരാഖണ്ഡില് ഗഡ്വാൾ യൂണിവേഴ്സിറ്റി കൊണ്ടുപോകാൻ കാരണം സ്വാമി മൻമോഹനാണ്. അതിലെല്ലാം നമ്മൾ അഭിമാനിക്കുന്നത്. ഏത് ആർട്ട് ഫോമും ആയിരിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു, അതുപോലെ ഇടതുചിന്തകനായിരുന്നു, പിന്നെ ഒരു ചിത്രകാരനായിരുന്നു. 1972 ബൂക്കർ പ്രൈസ് വിന്നറായിരുന്നു, കവി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഇലകൾക്കും ഒരു പേരുണ്ടായിരുന്നെങ്കിൽ, ഒരു വാക്ക് വെച്ച് നമ്മൾ എല്ലാ ഇലകളെയും എക്സ്പ്രസ് ചെയ്യുമായിരുന്നെങ്കിൽ എത്ര കോടിക്കണക്കിന് വാക്കുകൾ ഒരു ഭാഷയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വായിച്ചത് കഴുത്തോയാണ്. ഞാൻ ഈ പുസ്തകം ഞാൻ വായിച്ചു. ഈ അപ്രീസിയേഷന്റെ വലിയൊരു പങ്ക് അവർക്ക് കൂടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുന്നു. ഞാൻ ഒരുപാട് ഏകഭാവത്തിന്റെ പകടകളി അത് കണ്ടെത്താൻ കഴിയുന്നു. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്യുന്നതിനും പിന്നെ ഇതിന് കൂടെ പ്രവർത്തിച്ച സെലിൻകുമാർജി എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും. പിന്നെ ഏകത്വപറ്റി സുധാകരൻ ആനന്ദനി സാർ പറഞ്ഞു ഒറ്റ സോളിറ്റ്യൂഡ്. പക്ഷെ എനിക്കിത് ഇതിന്റെ പേര് ടൈറ്റിൽ കണ്ടപ്പോൾ തോന്നിയത് നാനാത്വത്തിലെ ഏകത്വം, ഏകഭാവം. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ പറയുന്ന ഒരു ദർശനം ബ്രഹ്മാസ്മി, എല്ലാത്തിലെയും പ്രപഞ്ചം ഒന്നാണ്, ഒന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ സ്പാർക്ക്, ആ പ്രകാശം ഒന്നാണ്. ആ പ്രകാശത്തിന്റെ സ്ഫുരണങ്ങളാണ് നമ്മൾ എല്ലാം. ആത്മ പ്രകാശം അതൊരു നമ്മുടെ സംസാരം മതിയാക്കി അടുത്ത് പ്രകടനത്തിനായിട്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു സൂചനയാണ്. അപ്പം ആ ഒരു അഭ്യർത്ഥനയുണ്ട്. അവരൊക്കെ അവരുടെ എവിടെയാണോ
സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. ചെറുകഥകളും ഗാനങ്ങളും രചിച്ചു. 2011 കൊച്ചിൻ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ ഫൈനലിലെത്തുകയും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്ത ആട്ടക്കലാശം സിംഗപ്പൂർ കൈരളി കലാനിലയവുമായി ചേർന്ന് സിംഗപ്പൂരിൽ 3 ദിവസം അവതരിപ്പിച്ചതിനു ശേഷം ബാംഗ്ലൂരിൽ 10 വേദികളിലും ചെന്നൈയിലും അവതരിപ്പിച്ച അന്തിത്തോറ്റം, രചയിതാവായ ബെന്യാമിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട ആടുജീവിതം ഏകപാത്ര നാടകാവിഷ്കാരം മുതലായ നാടകങ്ങൾ രചനയും സംവിധാനവും നിർവഹിച്ചത് അനിൽ സാറാണ്. 2025 ജനുവരിയിൽ ബാംഗ്ലൂരിൽ ആദ്യമായി മലയാളത്തിൽ സോളോ നാടകമേള സംഘടിപ്പിച്ചു. MP അനുസ്മരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വിഖ്യാത ചെറുകഥ പള്ളിവാളും കാൽച്ചിലമ്പും ഏകപാത്ര നാടകാവിഷ്കാരമായി ഉട്ടം ഉറഞ്ഞാട്ടത്തിന്റെ പര്യവസാനം എന്ന പേരിൽ സൂര്യ കൃഷ്ണമൂർത്തിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് സൂര്യയുമായി ചേർന്നുകൊണ്ട് അവരുടെ തിയേറ്ററിൽ അന്തിത്തോറ്റം 1-ാം ഭാഗം ആദ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചു. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലും നാടകങ്ങൾ എഴുതാറുണ്ട്. കവി രമാ പിഷാരടിയുടെയും കഥാകൃത്ത് നവീൻ എസിന്റെയും ചെറുകഥകൾ നാടകാവിഷ്കാരമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണത്. നാടക കലാപ്രവർത്തനങ്ങളും വിദ്യാലയങ്ങളുമായും സംഘടനകളുമായും ചേർന്നുകൊണ്ട് കുട്ടികൾക്കായുള്ള നാടക കളരികളും സംഘടിപ്പിക്കുകയും ലോക്ക്ഡൌൺ ആർട്ട് വർക്ക്സ് എന്ന സ്വതന്ത്ര കൂട്ടായ്മ സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി ഷോർട്ട് ഫിലിമുകൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി 12-ലേറെ ദീർഘനാടകങ്ങളും 20-ലേറെ ഏകപാത്ര നാടകങ്ങളും എഴുതി ലോക്ക്ഡൌൺ ആർട്ട് വർക്ക്സിന്റെ ബാനറിൽ സംവിധാനം ചെയ്തു. 16 വർഷമായി ബാംഗ്ലൂർ കഗ്ഗദാസപുരയിൽ താമസിക്കുന്ന അദ്ദേഹം HAL ഗവേഷണ വിഭാഗത്തിൽ ചീഫ് മാനേജറാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അനിൽ രോഹിത്. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി, മകൻ ആദിശേഷ്. അനിൽ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇതെല്ലാം ഒരുപോലെ ചേരുന്ന ഒരു കലയാണ് നാടകം എന്ന് പറയുന്ന ഈ സംഘടന. അപ്പോൾ അതിലെ മുമ്പ് ആലോചിച്ചത് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നാടകം എഴുതുന്നുണ്ടോ, ഇത് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ? ഏറ്റവും കുറച്ച്